കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം ലൂക്കോസ് വിശേഷം 23-ാം അധ്യായം 43-ാമത്തെ വചനം. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. യേശു ഇത് പറഞ്ഞത് യേശുവിനോട് കൂടെ ഇടത്തും വലത്തും രണ്ട് കള്ളന്മാരുടെ നടുവിലായിരുന്നു യേശുവിനെ ക്രൂശിച്ചത്. കാരണം യഹൂദ പടയാളികള് യേശുവിനെ അത്രയേറെ വേദനിപ്പിക്കാനും അടിക്കുവാനും നിന്ദിക്കുവാനും പരിഹസിക്കുവാനും ഇതെല്ലാം യേശുവിനെതിരെ ചെയ്തിട്ടും യേശു കർത്താവ് ഒരു പരാതിയോ ഒരു പരിഭവവും പറയാത്തവനായിരുന്നു. കർത്താവ് ഒരു കുറ്റം പോലും ചെയ്യാത്ത കർത്താവിനെതിരെ അവർ നിന്ദിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും കർത്താവ് അവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്: പിതാവേ, ഇവർ ചെയ്തത് ഇന്നതെന്ന് ഇവർ അറിയുന്നില്ല എന്നാ യേശു പ്രാർത്ഥിച്ചത്. ഇതൊക്കെ കേൾക്കുന്ന രണ്ടുപേർ അപ്പുറം ഇപ്പുറം ഉണ്ടായിരുന്നു. ഒരാൾ ഇവൻ ദൈവപുത്രനല്ലേ, തന്നെ തന്നെ രക്ഷിപ്പാൻ എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചപ്പോ അടുത്തു കിടന്ന കള്ളൻ അവനോട് പറയുകയാണ്, ഇതാ അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കാൽവരിയിൽ കൊലമരത്തിൽ കിടന്നുകൊണ്ട് പാപം ചെയ്ത കള്ളൻ വിളിച്ചു പറയുകയാണ്, യേശു ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ച് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെയും കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ വചനമാണ്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കുമെന്ന്. യേശു ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, എത്ര വലിയ പാപത്തിന്റെ ബന്ധനത്തിലായാലും തിന്മയുടെ സ്വാധീനത്തിന്റെ കെട്ടിൽ കടന്നാലും നമ്മുടെ നിരവധിയായ പാപങ്ങളും കുറവുകളും നമ്മളിൽ നിന്ന് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കയറിയത്. യേശുവിന്റെ ക്രൂശിത മരണത്തിലൂടെ ആ ശരീരത്തിലൂടെ ഒഴുകപ്പെട്ട രക്തം, കീറിമുറിച്ച ശരീരവും ഒഴുകപ്പെട്ട രക്തവും, ആ രക്തത്താൽ നമ്മുടെ നിരവധിയായ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളഞ്ഞു. ജാതിയെന്നോ മതമെന്നോ ഒരു വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിൽ ആരാണ് വിശ്വസിക്കുന്നത്, യേശുവിനെ കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് ഏറ്റ് പറയുവാനും അതരത്തിൽ അത് വിശ്വാസത്തോടുകൂടെ അത് വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുന്ന ഒരു ദൈവ മനുഷ്യന് രക്ഷയുടെ അനുഭവം അനുഭവിക്കാൻ കഴിയും. ഈ അനുഭവത്തിലേക്കാണ് യേശുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്, കണ്ടോ അത്ര വലിയ പാപം ചെയ്ത മനുഷ്യൻ യേശുവിനോട് കൂടെ പർദീസയിലായിരിക്കാൻ കഴിയുന്നെങ്കിൽ, ഇന്ന് നമ്മുടെ പാപങ്ങളെ മുഴുവൻ തുടച്ചു നീക്കിയിട്ടാണ് യേശു കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഇന്ന് നമ്മുടെ മേലേക്ക് പകർന്നു തരാൻ കർത്താവ് ഇടയാക്കിയത് ഈ കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾ മുഴുവൻ മോചിച്ച് നീ എന്റെ മകനാണ്, നീ എന്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു നമ്മളെ പരിപാലിക്കുന്നത്. ഇതുപോലെ ഒന്ന് ഏറ്റുപറയാമോ? ഇതുപോലെ ഒന്ന് സ്തോത്രം പറയാമോ? ഇതുപോലെ കർത്താവിന്റെ കൂടെ ഒന്ന് ജീവിക്കാമോ? കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.